എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കണ്ടത് ശരി തന്നെ, നമ്മളൊരു പുതിയ റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ പുതിയൊരു റോബോട്ടിനെ വാങ്ങി. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ. അതെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ മാസങ്ങളായെന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങളായി. പക്ഷെ നമുക്കൊരു മടി തുറക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ളൊരു മടി, കാരണം അത് അങ്ങനെ ഇരിക്കുമായിരുന്നു അല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി എല്ലാ ദിവസവും നമ്മൾ കാണും, നമ്മൾ അതുപോലെ ഇവിടെ വെക്കും. പക്ഷേ നല്ല ഗുണമുള്ള ഉപയോഗമുള്ള ഒരു അടിപൊളി സാധനമാണ്. അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയണ്ട, ഇന്ന് തന്നെ അത് അൺബോക്സ് ചെയ്യണം നമ്മൾ വിചാരിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കണമല്ലോ അതിൻ്റെ ഒരു റിവ്യൂ ഇടാന്ന് വെച്ചാൽ, കാരണം നമ്മളിത് വാങ്ങിക്കാൻ പോയപ്പോഴേക്കും കുറേ വീഡിയോസ് ഒക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഒന്നും നമുക്ക് അത്ര എന്താ പറയാ യൂസ്ഫുൾ ആയിട്ട് വാങ്ങിച്ച റോബോട്ടിന്റെ ഒരൊറ്റ വീഡിയോ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അത് യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഈ സാധനത്തിന്റെ ആദ്യത്തെ വീഡിയോ. നമ്മളൊരു റിസ്ക് എടുക്കുമായിരുന്നു ആക്ച്വലി, കാരണം നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അപ്പം വേഗം വായോ, നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ട്. അടിപൊളി സാധനം ഇത് നമ്മുടെ യുറേക്ക ഫോബ്സിൻ്റെ സ്മാർട്ട് ക്ലീൻ ഓട്ടോപിൻ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം ഇതാണ് അതിൻ്റെ മെഷീൻ എങ്ങനെ ഇരിക്കുന്നുള്ള ഇതാണ് കാണിക്കുന്നത്. ഇതാണ് സാധനം. ഇതിന്റെ തന്നെ പല വേരിയൻസ് ഉണ്ടല്ലേ, കുറെ വേരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇത് എടുത്തതെന്ന് വെച്ചാൽ റീസൺസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. അതായത് ഇത് എന്താണ് ഇതിന്റെ ഗുണങ്ങൾ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്, ഇത് എത്രയാണ് അതിന്റെ പ്രൈസ്, പിന്നെ ബാക്കി അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ. പെട്ടെന്ന് അങ്ങ് വാങ്ങുമായിരുന്നു അല്ലേ. റിസർച്ച് ഒന്നും നടത്തി. ഒന്നാമത്തെ കാര്യം, മലയാളത്തിൽ ഇതിനെപ്പറ്റി വലിയ റിവ്യൂസ് ഉള്ളതായിട്ട് ഒന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ കുറെ തപ്പി ഈ സ്പെസിഫിക് മോഡലിനെ പറ്റി, അതെ, ഈ ഓട്ടോബിനൊക്കെ ഉള്ള സംഭവം, ഈ സ്മാർട്ട് ക്ലീൻ ഓട്ടോബിൻ എന്നുള്ള ഒരു വേരിയന്റിന് ഇതുവരെ ഒരു റിവ്യൂ നമ്മൾ കണ്ടിട്ടില്ല, വീഡിയോസും കണ്ടിട്ടില്ല. അതെ, പിന്നെ ഈ ഹിന്ദിക്കാരുടെ കുറെ അത് നമുക്ക് അത്ര പ്രയോജനപ്പെട്ടില്ല. അപ്പം നമ്മൾ രണ്ടും കണ്ണടച്ചിട്ട് നമ്മൾ പോയി അങ്ങ് വാങ്ങിക്കുമായിരുന്നു ഈ മോഡൽ. അപ്പം നമ്മൾ ഇത് വാങ്ങിക്കാൻ കാര്യം, അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സക്ഷൻ പവർ എത്രയാണ്, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വെറ്റ് മോഡുണ്ട്, ഡ്രൈ മോഡുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ മോഡ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നാവിഗേഷൻ എങ്ങനെയാണ്, ഇത് തന്നെ മൂവ് ചെയ്യുന്ന റോബോട്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ നാവിഗേഷൻ എങ്ങനെയാണ്, അതിന് ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ തൽക്കാലം ഒരു നോർമൽ ഒരാൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം തോന്നിയിരിക്കും വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ തൽക്കാലം ഈ സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ സക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ 5000 PA ആണ്. 5000 PA എന്ന് പറഞ്ഞാൽ അടിപൊളി സക്ഷൻ പവറാണ്. നമുക്കൊരു വീട്ടിലത്തേക്ക് അത് നല്ല യൂസാണ്. അപ്പോൾ ഈ 5000 PA ആണ് ഇതിൻ്റെ സക്ഷൻ പവർ. പിന്നെ ഇതിൽ ലൈഡാർ എന്നൊരു നാവിഗേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ യൂസ് ചെയ്തിരുന്ന നാവിഗേഷൻ സിസ്റ്റത്തിനേക്കാളും ബെറ്റർ ആണെന്നാണ് നമുക്ക് നെറ്റിലൊക്കെ തപ്പിയപ്പോൾ കാണാൻ പറ്റിയത് ഇപ്പം. അപ്പം അത് ലൈഡാർ ആണെങ്കിൽ ഇച്ചിരി കൂടെ റിലയബിൾ ആയിരിക്കും എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ലൈഡാർ 2 സംതിങ് ആണ് ഇതിൻ്റെ നാവിഗേഷൻ സിസ്റ്റം വരുന്നത്. പിന്നെ ഉള്ളതെന്ന് ഇത് വെറ്റ് മോഡുണ്ട്, ഡ്രൈ മോഡും ഉണ്ട്. അതിനകത്തൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഡ്രൈ മോഡെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡസ്റ്റ് എടുത്ത് മാറ്റണം, അപ്പോൾ തന്നെ മാറണം. പക്ഷേ ഇതങ്ങനെ നമ്മൾ ചെയ്യേണ്ട. ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡിവൈസ്, ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ ഈ സിസ്റ്റത്തിലോട്ട് ഇത് പോയി കഴിയുമ്പോഴത്തേക്കും ഈ ഡസ്റ്റ് അത് ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്ത് അത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. അത് മിക്കവാറും 2 മാസം 3 മാസം നമ്മുടെ ഡസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള രീതിയിൽ അത്രത്തോളം ഇതിവിടെ സ്റ്റോർ ആയി കിടക്കും. അപ്പോൾ നമുക്ക് ഓരോ തവണ നമ്മുടെ ഹാൻഡ്സ് ഫ്രീ ആയിരിക്കും. അതായത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുക, ചാർജ് ചെയ്യുക, ഇത് ഓൺ ചെയ്യുക, ഇത് സാധനം കിട്ടുക. വെറ്റ് മോഡ്, ഡ്രൈ മോഡിൽ എല്ലാം പൊടിയെല്ലാം കളക്ട് ചെയ്യുന്നു, അതിവിടെ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി. പിന്നെ അറിയാലോ, എല്ലാം നമ്മൾ മറ്റേ ആപ്പിൽ കൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആപ്പ് കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മുടെ വീടിൻ്റെ റൂട്ട് മാപ്പ് എടുത്തിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കും ബേസിക് ആയിട്ടൊരു ഇൻഫർമേഷൻ ഉള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കിത് വൺസ് അൺബോക്സ് ചെയ്ത് ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസസും നമുക്ക് പറഞ്ഞുതരാം. അപ്പം ഭാവിയിൽ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ. പിന്നെ ലൈഡാർ 2 എന്നാണ്, ലൈഡാർ 2 അല്ല, ലൈഡാർ 3 ടെക്നോളജിയാണ്. പിന്നെ ഇത് 5 hours വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും ഒറ്റ ചാർജിൽ. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, അപ്പോൾ ഉള്ളതിൽ എനിക്കൊന്ന് ടോപ്പ് മോഡലാണ് ഈ നമ്മളിപ്പോൾ വാങ്ങിച്ച ഓട്ടോബിൻ സ്മാർട്ട് ക്ലീൻ എന്നുള്ളൊരു സംഭവം. അതായത് കടകളിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് മോഡൽ ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 36,000. അതെ, ഇപ്പോൾ 36,000 നമ്മൾ കൊടുത്തത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അലക്സ ആയിക്കൊണ്ടെങ്കിൽ അലക്സയുടെ അടുത്ത് അലക്സ ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യും. അങ്ങനെയല്ല കേട്ടോ, എന്തെങ്കിലും കമാൻഡ് കാണും. പക്ഷേ അലക്സ വെച്ചിട്ട് കമ്പാറ്റബിൾ ആണ്. പിന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് വെച്ചിട്ട് നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വീട്ടിലില്ലാത്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇട്ടിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അലക്സ വഴി അല്ലെങ്കിൽ ആപ്പ് വഴി നമുക്കിത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി നമ്മുടെ വീട്ടിൻ്റെ ഒരു മാപ്പ് എടുത്തിട്ട് ആ മാപ്പിനനുസരിച്ചാണ് നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇടുവാണെങ്കിൽ മാപ്പ്
ഡിസ്റ്റോർട്ട് ആവാൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം, എന്താണ് നമുക്കുള്ള സാധനങ്ങളൊന്നും എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അതെ, കുറേ നാളായി വാങ്ങിച്ചിട്ട് ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കട്ടെ, പിന്നെ നമുക്ക് പറഞ്ഞ മാതിരി തന്നെ കുറേ നാളെ വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളത് തുറന്ന് പുറത്ത് സാധനം വെച്ചിരിക്കും. ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഒരു 6 മാസം കഴിയും, കാരണം വാങ്ങിച്ചിട്ട് 6 മാസമായി. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ച സാധനമാണ്. പക്ഷേ ഇത്ര നാൾ നമ്മൾ വെച്ചിരുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഡിപ്പെൻഡൻസി ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ വീടൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ അല്ലേ, നമുക്ക് ആരെയും സഹായം വേണ്ട. ഇപ്പം ജോലിക്കാരെ നിർത്തിയാലും ചിലപ്പോൾ അവർക്ക് അസൗകര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി അവതാളത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഭയങ്കര ഡേർട്ടാണ്, ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിൽ ഈ ഒരു കുഞ്ഞു സാധനത്തിനെ കൊണ്ട് അതിപ്പോൾ നമുക്ക് അറിയാം, കാരണം നമ്മുടെ വീട് അത്യാവശ്യം ഡേർട്ടായിട്ട് കിടക്കുവാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റും. ചെയ്ത് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മളിപ്പം അത്യാവശ്യം നമ്മൾ കുറച്ച് ദിവസമായി ഒന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ആ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം വൃത്തിയാവും നോക്കി കഴിഞ്ഞാൽ എക്സാക്ട് റിവ്യൂ അത് അടുത്ത വീഡിയോ നോക്കാം. തൽക്കാലം നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നോക്കട്ടെ. ഈശ്വര, വർക്കായാൽ മതിയായിരുന്നല്ലേ, നമ്മൾ വർക്ക് പോലും ചെയ്യിപ്പിച്ച് നോക്കിയില്ല. അത്ര കോൺഫിഡൻസിൽ ഇനി വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. പിന്നെ യുറേക്ക ഫോബ്സിന്റെ ആയതുകൊണ്ട് കുറെ മാനുവലൊക്കെ ഉണ്ട്, ഒരു വാറന്റി കാർഡ് ഉണ്ട്, പിന്നെ യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒരു ടിഷ്യൂവും അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ അതതിന്റെ ബ്രഷ്, എക്സ്ട്രാ ബ്രഷ്, ഇതിന്റെ എക്സ്ട്രാ ബ്രഷ് ആണ്. പിന്നെ ഇതിന്റെ ആക്സസറീസ് ഒക്കെ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതെന്തോ ഒരു സാധനമാണ്, അതൊക്കെ എന്താണെന്ന് പഠിക്കണം. ഇതാ ബ്രഷ്, അതിന്റെ ബ്രഷ് ആണ്, ഈ സൈഡ് ബ്രഷ് വരുന്നത്. എക്സ്ട്രാ 2 സൈഡ് ബ്രഷ് ആണ് ഉള്ളതിന്. ഇതെന്തോ ഒരു സാധനം, പുതിയതിന്റെ ഒരു മണം. ഓക്കെ, എടുത്താലോ? പതുക്കെ എടുത്തോണേ. വലിയ പെട്ടി തന്നെ ഉണ്ടോ? ഓട്ടോ പിന്നെ ആയതുകൊണ്ടാണ് ഇത്ര സൈസ്, അല്ലായിരുന്നെങ്കിൽ ഇത്ര സൈസ് വരത്തില്ല. മുൻഭാഗം ലുക്കാണല്ലേ. ഇവിടെയാണ് എനിക്ക് ഇതാണ് ചാർജിങ് പോർട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇത് സെറ്റായിട്ട് ഇതാണ് ചാർജിങ് പോർട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡിൽ വിത്ത് കെയർ ഓട്ടോ പിൻ. ഹാൻഡിൽ വിത്ത് കെയർ ഓട്ടോ പിൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മെയിൻ സാധനം എടുക്കാം. ഇതാണ് നമ്മുടെ റോബോട്ട്. ഇതും പിൻഭാഗമാണ്. ശുഭലക്ഷണ. വെയിറ്റിലല്ല കാര്യം, പെർഫോമൻസിലാണ് കാര്യം. നോക്കട്ടെ. കൊള്ളാം, കാണാനൊക്കെ ലുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ 2 കുഞ്ഞി ടയറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനിയും ഇത് ചെയ്യണോ അല്ലേ? അതൊക്കെ നമുക്കിനി നോക്കണം. കുഞ്ഞി ടയറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 3 ടയറുണ്ട്. പിന്നെ ഇവിടെ നമുക്ക്, എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് വന്ന് ഡിപ്പോസിറ്റ് ആവുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാവിഗേഷൻ വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടൺസ് ഒക്കെ കാണാം. പവർ ഓൺ, ഹോം, അങ്ങനത്തെ കുറേ ബട്ടൺസ് ഒക്കെ കാണാം. അത് നമുക്ക് നോക്കാം, ട്രൈ ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ സൂപ്പർ. അങ്ങനെ വർഷങ്ങളെ കാത്തിരിപ്പിന് ശേഷം ഒന്ന് അൺബോക്സ് ചെയ്ത് കിട്ടി. റോബോട്ട് വാങ്ങിക്കുക മാത്രമല്ല അൺബോക്സും ചെയ്യാൻ പറ്റി, കാരണം 5 വർഷങ്ങളായി വെച്ചിട്ട്. പക്ഷേ ഇതുവരെ അൺബോക്സ് ചെയ്തില്ല. അപ്പം വാറന്റി തീരുന്നതിന് മുന്നെങ്കിലും വർക്ക് ചെയ്ത് നോക്കണം. അതെ അതെ അതെ. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ, നല്ല സാധനമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലത്തേക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഇപ്പം എന്നും രാവിലെ എനിക്ക് തൂക്കുക തുടയ്ക്കാന്നൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പം ഇത് ബേസിക്കലി ഉണ്ടെങ്കിൽ വൃത്തിയായി കിട്ടും എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ഇതാണ് സാധനം. അത് നമുക്ക് ഇനി ഒരു റിവ്യൂ എടുക്കുമ്പോൾ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്തു നമ്മൾ. ഈ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ
ഇതാണ് നമ്മുടെ സാധനം. ഇത് അപ്പോൾ ഇതിന് ഇനി കുറേ ചടങ്ങുകളുണ്ട്. അപ്പം ചാർജ് ചെയ്യണം, മാപ്പ് ഇൻസ്റ്റാൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, മാപ്പൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ബാക്കി ഫസ്റ്റ് ടൈം കുറേ ചാർജ് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെ താഴെ മുകളിലും എനിക്കൊന്ന് രണ്ടായിട്ട് കൊണ്ടുപോകേണ്ടി വരും അല്ലേ? രണ്ട് നിലയുണ്ടെങ്കിൽ നമുക്ക് താഴെ ഒരു മാപ്പ് സെറ്റ് ചെയ്യും. താഴെ ചെയ്തതിനു ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ടുപോകണം. അതൊക്കെ നമുക്ക് കാണാൻ വഴിയേ. അപ്പം ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഇനി ഇത് ഉപയോഗിക്കുന്നതും ഇതിൻ്റെ റിവ്യൂവും. നമ്മുടെ വീട് നല്ല കോലം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കോലം കെട്ട സാധനം ഇത് എത്രത്തോളം വൃത്തിയാക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതിൻ്റെ കോലക്കേടും അത് വൃത്തിയാക്കിയതിന് ശേഷമുള്ള എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്. അപ്പം തൽക്കാലം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പുതിയ റോബോട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. വരുമ്പോൾ നമ്മൾ അതും വാങ്ങിക്കും. അതായത് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോൾ വാങ്ങിക്കാൻ സമയം വരുമ്പോൾ നമ്മൾ അതും വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോബോട്ട് നമ്മൾ അൺബോക്സ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികളും ഉപയോഗം പറഞ്ഞ മാതിരി റിവ്യൂ ബാക്കി സാധനങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.